ഉള്ളത്തോളം എനിക്ക് തന്ന ഈ നശിപ്പിച്ച് മറ്റേ ബിൽഡിംഗ് മൊത്തം ഈ നശിപ്പിച്ച് എനിക്ക് ഓർമ്മല്ലേ ഞാൻ ഏഴ് നിർത്തി തരീന്ന് പറഞ്ഞുകൊണ്ടാ. അതൊന്നും എനിക്ക് കേക്കണ്ട. ഇങ്ങനെ ആല്ല മോനെ, എനിക്ക് പൈസ കിട്ടിയേ പറ്റൂ. ഞാൻ ഏഴ് നിർത്തി. ഇന്നലെ കിട്ടിയത് ഓർമ്മ ഉണ്ടോ? അതിന്റെ അപ്പുറം വയ്ക്കൂ, കൊന്നാളും ഞാൻ മര്യാദക്ക് ഈ പൈസ എന്ന് പറയുന്നത്. അല്ല സുലൈമാൻക, നിങ്ങൾ പള്ളിക്കലൊന്നും കാണുന്നില്ല, അങ്ങാടിക്കൊക്കെ എല്ലാരും പോയിട്ടുണ്ടല്ലോ നിങ്ങളെ. മടുത്തടോ കുണ്ടൻ ഒറ്റ കാണിക്കാണ്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടാണ്ടായി. കുണ്ടൻ ആ കോത്തി തല്ലിട്ടിട്ടപ്പോ ഈ കോത്തിയെ കിടക്കണേ. എങ്ങനെങ്കിലും ഒന്നും കൊണ്ട് മരിച്ചു കിട്ടിയാ മതി. അങ്ങനെ പറയില്ല സുലൈമാൻക, ഓനെ അത് ഡിഎഡിസ് തന്നെ കൊണ്ടിട്ടാ പോരെ. ഓനെ കൊണ്ടാത്ത ഡോക്ടർമാരും ഇല്ല, കാണിക്കാത്ത ഹോസ്പിറ്റലും ഇല്ല. എനിക്ക് ആണായിട്ടും പെണ്ണായിട്ട് ഓനെ തന്നെ ഉണ്ടോ? ഞാനായിട്ട് പോയ എന്റെ ഒരു വിധി. ഇതൊന്നും എവിടെ പോയാലും മാറൂല സുലൈമാൻക. നിങ്ങൾ പണ്ടൊരു മൊലാരെ നായിനെ തല്ലുമ്പോലെ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി ഓർമ്മ ഉണ്ടോ? അതിന് നിങ്ങൾ കാരണം പറഞ്ഞ എന്താ അറിയോ? നിങ്ങളെ മോന് പഠിക്കാത്തതിന് മൊലാരി ഒന്ന് തച്ച്, അതിനാ നിങ്ങൾ പോയി തിരിച്ചു തച്ചത്. എമ്മാരി അടി അടിച്ച് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ സുലൈമാൻക? നിങ്ങളും ഞാനൊക്കെ മദ്രസയിൽ പോകുമ്പോഴേ ഇഷ്ടം പോലെ തല്ലി ഇട്ടിട്ടുണ്ട് അല്ലേ? അന്ന് നമ്മൾ ഉമ്മനെ വാപ്പനോട് പറഞ്ഞാൽ ഓലെന്താ പറയല്? ഉസ്താദുമാരത് ഉമ്മന്റെ വാപ്പന്റെ ഒക്കെ തല്ല് കിട്ടിയാൽ സ്വർഗത്തിലാ ഭാഗം അല്ലേ? അന്ന് ആ ഉസ്താന്റെ തല്ലിന്റെ കുണം കൊണ്ടാണ് സുലൈമാൻക നമ്മളൊന്നും വേണ്ടാത്ത അരികിലൊന്നും പോവാത്തതും കണ്ണിക്കണ്ടൊന്നും വലിച്ചു കയറ്റാത്തതും അല്ലേ? അന്ന് ആ പാവ ഉസ്താദ് കരഞ്ഞു തോരന്നിട്ടുണ്ടാവും. പടച്ചോൻ അപ്പടെ ഇത് കേട്ടിട്ടുണ്ടാവും. മരണം വരെ ആ ശാപത്ത് നിന്ന് ഓൻ കഴിച്ചലാവും. അതിന് എന്താടാ ഞാൻ ചെയ്യണ്ടേ? നിങ്ങൾ ആ പാവത്തിനെ കണ്ടിട്ട് ഒന്ന് പൊരുത്തപ്പെടിപ്പിച്ചാളി മരിക്കുന്നതിന് മുന്നേ. ഇനി ആ അവസ്ഥ എങ്ങനെങ്കിലും നിന്റെ മുമ്പിൽ എത്തിച്ചു തരുമോ?